ഹലോ, നമസ്കാരം. വെൽക്കം ടു അജൈൽ മലയാളി. ഇന്നൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഉള്ള ചില പ്രസക്തമായ ചില കാര്യങ്ങൾ, എനിക്ക് പ്രസക്തമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. 2024 വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും പ്രസക്തമായ പുസ്തകം ഫ്രം എ പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂ തോന്നിയൊരു പുസ്തകമാണ്. വേറെയും ചില പുസ്തകങ്ങളുണ്ട് കേട്ടോ, ദർസ് നോ റേറ്റിംഗ് കൊടുക്കില്ല. പക്ഷേ ഈ പുസ്തകം എനിക്ക് തോന്നുന്നത് ധാരാളം ആൾക്കാർ, പ്രൊഫഷണൽ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ വായിക്കണമെന്ന് തോന്നുന്നൊരു സംഭവമാണ്. ദ ഫ്രിക്ഷൻ പ്രോജക്റ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ദ ഫ്രിക്ഷൻ പ്രോജക്റ്റ്, ഹൗ സ്മാർട്ട് ലീഡേഴ്സ് മേക്ക് ദ റൈറ്റ് തിങ്സ് ഈസിയർ ആൻഡ് ദ റോങ് തിങ്സ് ഹാർഡർ. അതായത് ശരിയായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയും ശരിയല്ലാത്ത, തെറ്റായ, മോശമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് നമ്മളെ കമ്പനികളിലൊക്കെ വളരെയേറെ പ്രസക്തമാണ്. ആൻഡ് ഐ തിങ്ക് ആസ് ഇൻഡിവിജ്വൽസ്, ആസ് പ്രൊഫഷണൽസ്, ഇതിലെ ചില പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്പം നീണ്ട വീഡിയോ ആയിരിക്കും. ചെറിയ വീഡിയോകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അവർക്ക് പറ്റുന്ന സ്ഥലമാണ് റീൽസ്. 1 മിനിറ്റോ 30 സെക്കൻഡോ ഉണ്ടോ അവർക്ക് റീൽസ് കാണാം. ഇവിടെ നീണ്ട വീഡിയോസാണ്. നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മുഴുവൻ കണ്ടിട്ട് ഇത് ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബോബ് സട്ടൻ ആൻഡ് ഹഗ്ഗി റാവ് എന്ന് പറഞ്ഞിട്ട് 2 പേരാണ്. 2 സ്റ്റാൻഫോർഡിലുള്ള പ്രൊഫസേഴ്സാണ്. അവരൊരു 6-7 വർഷം പല ഓർഗനൈസേഷൻസിനെയും നോക്കി അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന എന്താണ് ഈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം. ഇപ്പോൾ നമ്മൾ ഈ മെക്കാനിക്കൽ ഇതിലൊക്കെ പറയും ഫ്രിക്ഷൻ ഉണ്ട്, അപ്പോൾ ഓയിൽ ഇട്ട് കൊടുത്താൽ ഫ്രിക്ഷൻ ഇല്ലാണ്ട് വരുന്നുള്ളത്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘടനം, ആശയം, സംഘടനകൾ ഒരു ഒരു ശരിയല്ലായ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്, അതാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവർ പറയുന്നത് 2 തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. എല്ലാ ഫ്രിക്ഷനും മോശമാണെന്നുള്ളതല്ല. ദർ ഇസ് ഗുഡ് ഫ്രിക്ഷൻ ആൻഡ് ദർ ഇസ് ബാഡ് ഫ്രിക്ഷൻ. ഗുഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ആശയ സംഘർഷമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആശയ സംഘർഷം കൂടുതൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് പോകണം എന്നുള്ളത്. ബാഡ് ഫ്രിക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫിഷ്യൻസിനെയും പ്രൊഡക്ടിവിറ്റിനെയും നമ്മളെ എല്ലാ കാര്യത്തിലും ഇതാക്കും. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ സംഭാഷണങ്ങൾ നടക്കുന്നില്ല, കോൺവെർസേഷൻസ് നടക്കുന്നില്ല. എപ്പോഴും ഓരോരുത്തർ അവരവരുടെ പോയിൻ്റ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടാവുന്ന സംഘർഷങ്ങൾ ബാഡ് ഫ്രിക്ഷനായിട്ട് നിലനിൽക്കുക ചെയ്യുന്നത്. പലപ്പോഴും എനിക്കൊക്കെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പലപ്പോഴും ചില മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോ അല്ലെങ്കിൽ ഒരേ പോയിൻ്റ് ഓഫ് തോട്ടിലോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ആ മീറ്റിങ്ങിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാർ എഗ്രിയബിൾ ആയിരിക്കും. അതായത് എനിക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സോട് കൂടിയിട്ടാണ് അവർ വരിക. അങ്ങനെ വരുന്ന സമയത്ത് ദേ കൈൻഡ് ഓഫ് 2 പേര് സംസാരിച്ചിട്ട് 4-5 പേര് സംസാരിച്ചൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും വിവിധ അഭിപ്രായങ്ങളാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ദേ കം ടു എ കൺക്ലൂഷൻ വിച്ച് മൈറ്റ് ബി പോസിറ്റീവ് ഫോർ ദ കമ്പനി ആൻഡ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ഇറ്റ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിനോമിനലാണ്. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. സോ ഗുഡ് ഫ്രിക്ഷൻ ഈസ് ദെയർ. നമ്മൾ പക്ഷേ ഡീൽ ചെയ്യുന്നത് കുറച്ച് ബാഡ് ഫ്രിക്ഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് യു ഷുഡ് റീഡ് ദ ബുക്ക്. കാരണം അതിൻ്റെ ഒരു റിയലി ദ ബെനിഫിറ്റ് ഓഫ് ഗെറ്റിംഗ് ദ കംപ്ലീറ്റ് ബെനിഫിറ്റ് ഓഫ് ദ ബുക്ക് ആൻഡ് വാട്ട് ഈസ് സെഡ് പുസ്തകം വായിക്കുക തന്നെ ചെയ്യണം. ഓഡിയോ ബുക്കായിട്ട് കിട്ടുകയാണെങ്കിൽ അതും ആവാം. ആൾക്കാരൊക്കെ എവിടെ നിന്ന് കിട്ടും ഈ പുസ്തകം എന്നുള്ളത്? വാങ്ങിക്കാൻ കിട്ടും, നിങ്ങൾക്ക് അമേസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വേറെ എവിടെയും വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യത്തെ പോയിന്റ്, ഫ്രിക്ഷൻ ഫിക്സേഴ്സ്. ഗുഡ് ഫ്രിക്ഷൻ, ബാഡ് ഫ്രിക്ഷൻ പറഞ്ഞു. അപ്പോൾ ഈ ബാഡ് ഫ്രിക്ഷനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ ഫിക്സർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സ്വയം മാറണമെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഫ്രിക്ഷൻ കാണുമ്പോൾ ആ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടി അതിലേക്ക് കാര്യങ്ങൾ പറയുകയല്ല, പക്ഷേ ആ ഫ്രിക്ഷൻ ഫിക്സ് ചെയ്യാൻ, ബാഡ് ഫ്രിക്ഷൻ ആണെങ്കിൽ ആ ഫ്രിക്ഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു മനോഭാവം നമ്മളിൽ വേണം. അതിന് നമ്മൾ ബാഡ് ഫ്രിക്ഷൻ മനസ്സിലാക്കണം, അങ്ങനത്തെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെയാണ് ഈ പുസ്തകത്തിൽ ആക്ച്വലി ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റി ഓഫ് അതർ പീപ്പിൾസ് ടൈം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ സമയത്തിൻ്റെ ട്രസ്റ്റിയാണെന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തുമ്പോൾ ആ മീറ്റിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്, അതിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, അവർക്ക് അതിൽ നിന്നും കുറച്ചെന്തെങ്കിലും കിട്ടാനുണ്ട്. ഇതൊക്കെ നോക്കണം. കാരണം 1 മണിക്കൂർ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ചിലവാക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എത്ര ലോങ് ആയിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആൾക്കാരുടെ സമയത്തിന് ഗുണമുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ ആൾക്കാരോട് പറയുക, നിങ്ങൾക്കെപ്പം ഈ വീഡിയോ ഗുണമില്ല എന്ന് തോന്നുന്നു അപ്പം നിർത്തണം. കാരണം അനാവശ്യമായിട്ട് ഈ വീഡിയോ കണ്ട് മുഴുവൻ തീർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും വരാൻ പോകുന്നില്ല. സോ ചിലപ്പോൾ ഞാൻ പറയുന്ന രീതികൾ റിപ്പീറ്റേഷൻ ആയിരിക്കാൻ മതി, എൻ്റെ സംസാര രീതി ഇങ്ങനെ ആയിരിക്കാൻ മതി, അത് സ്ലോ ആയിരിക്കാൻ മതി, ആൾക്കാർക്ക് ഭയങ്കര ഫാസ്റ്റും തിരക്കും ആയിരിക്കാൻ മതി. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരുടെ സമയത്തിൻ്റെ ട്രസ്റ്റി ആയിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. കാരണം വീഡിയോ കാണാനും കാണാതിരിക്കാനും എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു മീറ്റിങ്ങിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മീറ്റിംഗ് മുഴുവൻ ഇരിക്കേണ്ടത് ഒരു നിർബന്ധ സംഭവമായിട്ടാണ് കുറേ ആൾക്കാർക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇലോൺ മസ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് ഓൾ ദ തിങ്സ് ദറ്റ് ആ ലെറ്റർ അയച്ചത് അയാളുടെ ടെസ്ലയിലുള്ള എംപ്ലോയീസിന്. അയാൾ പറഞ്ഞു, നിങ്ങൾക്കൊരു മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, ആ മീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല എന്നുള്ള ഒരു സംശയമില്ലാണ്ട് മീറ്റിംഗ് ഒഴിവായിക്കോളെ. സോ വി ഷുഡ് ബി ദ ട്രസ്റ്റീസ് ഓഫ് അതർ പീപ്പിൾസ് ടൈം. അതായത് മറ്റുള്ളവരുടെ സമയത്തിന് നമ്മളും ഉത്തരവാദികളാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. It is easier to say smart things than do smart things, as doing means delayed gratification. ഭയങ്കര പ്രൊഫൗണ്ടായിട്ട് തന്നെ സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ കൂടെ വരുന്നില്ല. പക്ഷേ സ്മാർട്ട് കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രാറ്റിഫിക്കേഷൻ ഡിലേഡാണ്. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അജൈൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ കമ്പനിയിൽ ഇമ്മീഡിയറ്റ്ലി ചേഞ്ചൊന്നും വരില്ല. ഇത് നിരന്തരമായിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ജോലി എടുത്തിട്ടാണ് കമ്പനികൾക്ക് മാറ്റം വരുന്നത്, പോയിൻ്റ് എ ടു പോയിൻ്റ് ബി മാറുന്നത്. അപ്പോൾ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൾക്കാർ പണം സേവ് ചെയ്യാൻ പറ്റാത്തത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് എല്ലാ മാസവും സേവ് ചെയ്യുക, പക്ഷെ ആ പൈസ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ആ പൈസ കൂടുതൽ പൈസ ആവാനും അത് നമുക്ക് ഒരു സെക്യൂരിറ്റി തരാനും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നൽകാനുള്ള ഇതുണ്ട്. ഇന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഭക്ഷണം ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സുഖം തോന്നും. പക്ഷേ നാളെ ഒരു കീപ്പിംഗ് എസൈഡ് മണി ഓർ ഫിനാൻസസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഫ്യൂച്ചറിൽ യു വിൽ ബി ബെറ്റർ ഓഫ് ഫ്രം എ ഫൈനാൻഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ബൈ ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതിനൊരു വലിയൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ പണ്ട് ഐ തിങ്ക് കുറേ സയൻറ്റിസ്റ്റ് നടത്തുകയാണ് കുട്ടികളെ വെച്ചിട്ട്. അതായത് കുട്ടികൾക്ക് മിഠായി എന്തോ കൊടുക്കും. കുറച്ച് കുട്ടികൾ, ചെറിയ കുട്ടികളെ ഒരു മുറിയിലാക്കിയിട്ട് പറയും, എടുക്കരുത്, ഞാൻ വരുന്ന വരെ മിഠായി എടുക്കരുതെന്ന്. എന്നിട്ട് ഇവർ കുട്ടികളെ മോണിറ്റർ ചെയ്യും, എന്താ കുട്ടികൾ. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പോയ അപ്പം മിഠായി എടുത്ത് തിന്നും. വേറെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം പിടിച്ചേക്കും അവസാനം എടുക്കും. വേറെ ചില കുട്ടികൾ അതിന് ആ മിഠായി എടുത്ത് തിന്നണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അത് തിന്നാതിരിക്കും. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, വന്നു കഴിയുമ്പോൾ ആ മിഠായി ഒരു മിഠായി അല്ല 2 മിഠായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഡിലേഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചില കുട്ടികൾ ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാണ്ടാവും, ചില കുട്ടികൾക്ക് അത് പറ്റും. പിന്നെ അവർ പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് തയ്യാറാവുന്ന കുട്ടികൾ ഓവർ എ ടൈം അവർ കൂടുതൽ സേവ് ചെയ്യാനും കൂടുതൽ പ്രൊഫഷനെ പറ്റി നോക്കിക്കാണാനും ഒക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ സ്മാർട്ട് തിങ്സ് പറയണ്ട എന്നുള്ളതല്ല, സ്മാർട്ട് തിങ്സ് പറയണം, പക്ഷേ സ്മാർട്ട് തിങ്സ് ചെയ്യാൻ കൂടി ശ്രമിക്കണം എന്നുള്ളൊരു പോയിന്റ്. ഓൺലി പെസിമിസം സൗണ്ട്സ് പ്രൊഫൗണ്ട് ആൻഡ് ഒപ്റ്റിമിസം സൗണ്ട്സ് സൂപ്പർഫിഷ്യൽ. പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര നടക്കില്ല, അത് എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ
പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ്, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുന്നത്. അതൊരു പെസിമിസ്റ്റിക് അപ്രോച്ചാണ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലി ഒപ്റ്റിമിസ്റ്റിക് ആവുന്നതും പ്രശ്നമാണ് കേട്ടോ. പക്ഷേ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ പെസിമിസം മാത്രമാണ് ഭയങ്കര ഇൻ്റലക്ച്വലും അതേപോലെ പ്രൊഫൗണ്ടുമായിട്ട് തോന്നുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മളെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം ആൾക്കാരെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ഒരു മുടക്ക്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതൊക്കെ പറയും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ് വാസ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകത്തിനെ പറ്റിയിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് വന്ന് പറഞ്ഞു ഇത് നടക്കാൻ സാധ്യതയില്ല, നീ എന്താ പറയണത് എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ആളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര സിനിക്കലായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. എല്ലാത്തിലും ഒരു കുറ്റം കണ്ടെത്തുക, എല്ലാത്തിലും പ്രശ്നം കണ്ടെത്തുക. നമുക്ക് ബാക്കിയുള്ളവരെക്കാട്ടും വിവരമുണ്ട് എന്ന് നമുക്ക് തോന്നുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും ഒന്ന് പുച്ഛിച്ച് താഴ്ത്തുക. ഇതൊരു തരം രോഗമാണ്. ഇതൊരു രോഗമാണോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുന്ന മാതിരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിക്കലായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പെസിമിസ്റ്റിക്കായി നിൽക്കുന്നത് കൊണ്ട് ചില ആൾക്കാരുടെ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനെയും ചോദ്യം ചെയ്ത് നമ്മളെന്തോ വലിയ ബുദ്ധിമാനാണെന്നുള്ളത് നാട്ടുകാർക്ക് തോന്നുന്നുള്ള ഫീലിംഗ് ഉണ്ട്. ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യണം, വേണ്ടാന്നല്ല. ഒപ്റ്റിമിസവും അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, ഐ ഫീൽ ദ വേൾഡ് ഇസ് ഗോയിൻ ടു ബി ഗുഡ്, ദർ ഇസ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക്. ബട്ട് ഇതിൻ്റെ ഒരു റൈറ്റ് മിക്സ് നമുക്ക് എപ്പോഴും വേണം. ക്വസ്റ്റ്യൻ ചെയ്യുക, ചില കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. പക്ഷേ നമുക്ക് വിവരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു കാര്യത്തിനെ എതിർക്കുന്നതും ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് വിത്ത് എ ജെന്യുവിൻ ഇൻട്രസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നെ ഒരു പോയിന്റ്, ദർ ഈസ് എ പ്രോബ്ലം, ലെറ്റ് us ഫിക്സ് ഇറ്റ് വേഴ്സസ് someone is screwing up, let us go and beat them. ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി അത് ഫിക്സ് ചെയ്യാം എന്നുള്ള മനോഭാവമാണ് വേണ്ടത്. അല്ലാണ്ട് പ്രശ്നമുണ്ട്, ആരാ ഇതിന് കാരണക്കാരൻ, നമുക്ക് ഓനെ പോയി തല്ല. നമ്മൾ എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നറിയോ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരും അതേപോലെ തന്നെ ആരുടെ കുറ്റമാണെന്ന് കണ്ടെത്തിയിട്ട് ഓനെ പിടിച്ച് തല്ലാന്നും പറഞ്ഞിട്ട് ഇതാക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ നല്ലൊരു ശതമാനം സംഭവങ്ങൾ നിങ്ങൾ ചർച്ചകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ, എന്നാൽ പിന്നെ നമുക്കൊന്ന്, അതായത് നമ്മൾ ഭയങ്കര പെർഫെക്റ്റാണ്, ബാക്കിയുള്ളവരെല്ലാം പ്രശ്നം. അപ്പോൾ പക്ഷേ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ തുടങ്ങണം. ഒരു ഫിക്സർ ആവുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യുമെന്ന് കൂടി ആലോചിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം. വളരെ ആവശ്യഘട്ടത്തിൽ പലരും ഫ്രിക്ഷൻ ഫിക്സേഴ്സ് ആവും. പക്ഷേ ഓൺ എ നോർമൽ ലൈഫ് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ആരുടെയാണെന്ന് കണ്ടെത്താന്നുള്ളത് അങ്ങ് ജഡ്ജ് ചെയ്തിട്ട് അങ്ങ് വിടുക ചെയ്യുന്നത്. സോ ഇത് പ്രൊഫഷണൽ ലൈഫിലും ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആക്ച്വലി ആക്ട് ദാറ്റ് വേ. പിന്നെ എവറിത്തിങ് വിൽ നോട്ട് ജസ്റ്റ് പാസ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമയം കഴിഞ്ഞാൽ ആ പ്രശ്നം ഇല്ലാതെയാവും എന്നുള്ളൊരു തെറ്റായ ധാരണയാണതെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ, ചില വേദനകൾ നമുക്ക് ടൈം വിൽ ഹീൽ ഓൾ പെയിൻസ്, സം പെയിൻസ് ഒക്കെ വരാം. പക്ഷേ ഒരു പ്രശ്നം നമ്മൾ ഓർഗനൈസേഷനിലായിട്ട് ഒരു പ്രശ്നമുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാണ്ടാവുന്നില്ല. അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കാൻ മതി, അതിൻ്റെ ഒരു റൂട്ട് കോസ് ഉണ്ടായിരിക്കാൻ മതി. നമ്മൾ മേ ബി സം ഓഫ് ദീസ് ഇഷ്യൂസ് നമ്മളൊരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്യേണ്ടി വരും. അതായത് എന്താണ് ഇതിൻ്റെ അണ്ടർലൈങ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ എവറിത്തിങ് ഡോണ്ട് പാസ് അവേ. വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം പോവില്ല എന്നാണ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, നമ്മളത് ഇടപെടണ്ട എന്നാൽ ആ പ്രോബ്ലം അങ്ങോട്ട് ഇല്ലാണ്ടാവും എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാൻ മതി. ബട്ട് ഓൾവേസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പാസ്. പിന്നുള്ളത് കുറച്ച് ഒബ്ലിവിയസ് ലീഡർ എന്നുള്ളൊരു സംഭവം. അതായത് ഈ പുസ്തകം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്, ഹൗ സ്മാർട്ട് ലീഡേഴ്സ് മേക്ക് റൈറ്റ് തിങ്സ് ഈസിയർ ആൻഡ് റോങ് തിങ്സ് ഹാർഡർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്, അല്ലെ ലീഡർഷിപ്പ് ഉണ്ട്, അല്ലെ കൾച്ചർ ഉണ്ട്. അതായത് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ എൻവയൺമെൻറ്റ്സിൽ, എന്നാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനോ വളരെ എളുപ്പമാണ്. അപ്പോൾ ആൾക്കാർ കൂടുതൽ 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 ഈ എളുപ്പമുള്ള കാര്യങ്ങൾ, അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൾച്ചർ മോശമാവും, ആ കമ്പനി മോശമാവും, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവം പ്രശ്നമുണ്ടാവും. ആൻഡ്
വി ആക്ച്വലി മൂവ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹാർഡ് തിങ്സ്, എന്താ പറയുക, റോങ് തിങ്സ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ആൻഡ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹാർഡുമായിരിക്കും. സോ ഈ പുസ്തകത്തിന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതിയുള്ള ലീഡർഷിപ്പിനെയാണ് ഒബ്ലിവിയസ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരുമാതിരി അഡീഷൻ സിക്നെസ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രോഗം. അതായത് ഒരു പ്രശ്നത്തിൽ കോംപ്ലക്സിറ്റി കൂട്ടുക, ആ കോംപ്ലക്സിറ്റി എടുത്തു കളയല്ല പ്രശ്നത്തിന്, കോംപ്ലക്സിറ്റി കൂടുക. അപ്പം വളരെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലപ്പം ഒരു സാധനം മനസ്സിലാക്കാനും കൺവേ ചെയ്യിക്കാനും പറ്റാത്ത രീതിയിലേക്ക് മാറുക. ഒരു പ്രോസസ്സ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയ പ്രോസസ്സ്, കാരണം പ്രോസസ്സ് സിമ്പിളായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം. അല്ലാണ്ട് അതിൽ കൂടുതൽ കോംപ്ലക്സിറ്റി ഇട്ടിട്ട് കഴിഞ്ഞ ഞങ്ങളുടെ കമ്പനീൻ്റെ ഒരു മേജർ ഈവൻറ്റിന് ഞങ്ങളുടെ കമ്പനി ഫൗണ്ട് ചെയ്ത ആളുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പുറത്തേക്ക് എടുക്കണമെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ടേക്ക് എ ഫീച്ചർ ഔട്ട്. കാരണം എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാക്കിയിട്ട് എടുത്തിട്ട് കാര്യമല്ല ഒരു പ്രോഡക്റ്റോ ഒന്നും തന്നെ. അപ്പം യു ഷുഡ് ലേൺ ഹൗ ടു റിമൂവ് തിങ്സ്, റിമൂവ് കോംപ്ലക്സിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് കോംപ്ലക്സിറ്റി ആൻഡ് ആഡിങ് സോ മെനി തിങ്സ് ഇൻ ടു വാട്ട് ഈസ് ടു ബി ഡൺ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, കുറവ് കാര്യങ്ങൾ നന്നായി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെപ്പറ്റി ഒന്ന് നോക്കി കാണണം എന്നുള്ളത്. ജാർഗൺ മോണോക്സൈഡ് എന്നാണ്, കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവർ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ജാർഗൺ മോണോക്സൈഡ്. അതായത് ഇപ്പോൾ ഞാനൊക്കെ ചില കമ്പനികളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, ചില കാര്യങ്ങൾക്ക് ആ കമ്പനിയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില ജാർഗൺസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയമെടുക്കും. പലപ്പോഴും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം അത് നമ്മൾ കഴിയുന്നത്ര ഈ ജാർഗൺ ഒഴിവാക്കണം എന്നുള്ള പറയുന്നത്. ഈ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക. അതായത് പുതിയ ഒരു കമ്പനിയിൽ നിന്നും ഒരു കമ്പനി പുറത്തുള്ള കമ്പനിയിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണ്ടേ. ഈ അക്രോണിംസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ ഈ ഷോർട്ട് ഫോം ഓരോ സാധനത്തിന് IST, TSP, PSQ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തന്നെ ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ അതേപോലെ ഇൻഡസ്ട്രിയിൽ സ്റ്റാൻഡേർഡായി കിടക്കുന്ന ചില പ്രയോഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ജാർഗൺസും ഷോർട്ട് ഫോംസും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്രോണിംസും ഒക്കെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ്. പിന്നുള്ളത് കണക്ഷൻസ് ബ്രോക്കൺ ആവുന്നതുകൊണ്ട്, നമ്മൾ കണക്ഷൻസ് ബ്രോക്കൺ ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഫ്രിക്ഷൻസ്. പിന്നെ ഡിസിഷൻ അംനീഷ്യ എന്നുള്ളത്. പലപ്പോഴും ഒരു മീറ്റിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് ഒരു ഡിസിഷൻ എടുക്കാനാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ് നമ്മൾ സ്വയം അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഡിസിഷൻ എടുത്തോ, എന്നാൽ ആ ഡിസിഷൻ എന്താണ്, ആ ഡിസിഷൻ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യും. പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടില്ല. അപ്പം ഒരു മീറ്റിങ്ങിൻ്റെ അവസാനത്തെ സമയം നമ്മൾ ഒരു ഡിസിഷൻ എടുത്തില്ലേ, എന്തിനാണ് ഈ മീറ്റിംഗ് നടത്തിയത്, അതിൽ നിന്നുള്ള ഗുണം നമുക്ക് കിട്ടിയോ. വെറുതെ എത്ര മീറ്റിങ്ങുകൾ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്, വെറുതെ വർത്താനം പറഞ്ഞ് 1 മണിക്കൂർ പോകും. ഒരാൾക്കാരുടെ മണിക്കൂറുകളേ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വലിയ പ്ലാനിങ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് അപ്പം ഒരു എൻജിനീയർ ചോദിച്ചു, ഞങ്ങളെയൊക്കെ മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരാൾക്ക് അയാൾ ആ മീറ്റിങ്ങിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം. അത് ആര് മീറ്റിംഗ് വിളിച്ചാലും ഈ മീറ്റിങ്ങിൽ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ, എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില സമയത്ത് നമ്മൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിച്ച ആൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അയാളിങ്ങനെ എന്തോ ഇങ്ങനെ കുറേ ആൾക്കാർ മീറ്റിംഗ് വിളിച്ചു, ഒരു മീറ്റിംഗ് ചെയ്യാം, എല്ലാത്തിനും മീറ്റിംഗ്. എന്തിനാണ് ഈ മീറ്റിംഗ്, എന്താണ് അതിൻ്റെ എൻഡിൽ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. അപ്പോൾ എൻഡ് ഓഫ് ദ മീറ്റിംഗ് ആസ്ക് എവരിവൺ, സോ വാട്ട് ഡിഡ് വി ഡിസൈഡ്, ഡിഡ് വി മേക്ക് എ ഡിസിഷൻ. അപ്പോൾ ആൾക്കാർ പറയണം, എല്ലാവർക്കും തോന്നണം ഡിസിഷൻ ഉണ്ടാക്കി എന്നുള്ളത്. അങ്ങനെയാണ് എന്താണ് ഡിസിഷൻ, എന്തായിരുന്നു നമ്മൾ എടുത്ത തീരുമാനം.
ഓ ഇതാണ് തീരുമാനം, അപ്പോൾ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നെക്സ്റ്റ് ആക്ഷൻ, ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാലാണ് ഭയങ്കര ഈ മീറ്റിങ്ങിൻ്റെയൊക്കെ ഇൻഎഫിഷ്യൻസി അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവുന്നത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നുള്ളത് ലാസ്റ്റ് പോയിൻ്റ് ആണതിൽ ഷെയർഡ് റിതംസ് ഗെറ്റ് വർക്ക് ഡൺ. ഷെയർഡ് റിതം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ഒരേ കെയ്ഡൻസിൽ വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, അജൈൽ സംഭവം സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ മൊത്തം കമ്പനിയിൽ എൻറ്റയർ ഗ്രൂപ്പിൽ അത് ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലെന്താ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പ്രിൻറ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കമ്പനിയിലുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാരും വർക്ക് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നു ഒരേ സമയത്താണ്. അപ്പോൾ ഒരു റിതം വരും, എല്ലാവരും പ്ലാൻ ചെയ്യുന്നു, ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നു ഒരു 6 ആഴ്ച 7 ആഴ്ചത്തേക്ക്. പിന്നെ ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ എല്ലാം 2 ആഴ്ച ഗഡുവിലാണ് വർക്ക് ചെയ്യുക. എല്ലാവരും 2 ആഴ്ച തുടങ്ങുന്നത് ഒരേ സമയത്ത്, എല്ലാവരുടെയും 2 ആഴ്ച എൻഡ് ചെയ്യുന്ന ഒരേ സമയത്ത്. അപ്പോൾ അത് ഒരു കേഡൻസിലേക്ക് കൊണ്ടുവരും, ഒരു റിതമിലേക്ക് കൊണ്ടുവരും. 2 ആഴ്ച കൂടുമ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ 6 ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടോ, നമ്മളുടെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ റിസ്ക് നമ്മളെ മുമ്പിലുണ്ട്, എന്തൊക്കെ ഫ്രിക്ഷൻ നമ്മളെ മുമ്പിലുണ്ട്. അതൊരു എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കും, ഈ സിങ്കപ്പ് മീറ്റിങ്ങുകൾ നടന്നുകൊടുക്കും. അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ എൻറ്റയർ ഓർഗനൈസേഷൻ ഒരു റിതമിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിതം നമ്മൾക്കൊക്കെ റിതം ഉണ്ട് അല്ലേ? കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു. നമ്മളെ ആ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക്, ഇൻറ്റേർണൽ ക്ലോക്ക്, നമ്മളുടെ വർക്കിംഗ് ക്ലോക്ക് ഇതൊക്കെ ഇതാവുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് വളരെ ഏർലി ടു റൈസ് ആൻഡ് ദെൻ ഗോ ടു ബെഡ് ഏർലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലർക്കും പല രീതിയിലുള്ള ആൾക്കാരാണ്. അതായത് ചിലവർക്ക് രാവിലെ എണീച്ച് വർക്ക് ചെയ്യുന്നത്. എനിക്ക് രാവിലെ എണീച്ച് വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ ആക്ച്വലി ഒരു 4 മണിക്ക് എണീക്കും. ഒരു 5 മണി 5:15 ആകുമ്പോഴേക്കും ഞാൻ ഓഫീസിലെത്തും. 4 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും. അപ്പം എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വേറെ ചില ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് 9:30 10 മണിക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രികളിൽ. അപ്പം പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ബെസ്റ്റ് യു ക്യാൻ വർക്ക് എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ രാത്രി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർ പറയും ഞാൻ രാത്രി വർക്ക് ചെയ്യാം, പക്ഷെ രാവിലെ വലിയ ബുദ്ധിമുട്ടാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറയും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ 5:30 മീറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെയും ശരിക്ക് പറഞ്ഞാൽ അത്ര രാത്രി ആയിട്ടില്ല. സോ ദാറ്റ് ഹോൾ റിതം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊക്കെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് റിതം എന്നുള്ളത് നമ്മൾ സ്വയം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ ഓഫീസിൽ നമ്മളുടെ ഗ്രൂപ്പിൽ എന്താണ് ആ റിതം എന്ന് മനസ്സിലാക്കുക. ആ റിതം ട്വീക്ക് ചെയ്യുക, അത് കുറച്ചും കൂടെ നന്നാക്കുക. അപ്പോൾ ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നിന്നും എനിക്ക് റെലവൻ്റായി തോന്നിയ കുറേ സാധനങ്ങൾ, ഇതിൽ ധാരാളം അല്ലാത്ത കാര്യങ്ങളും ഇതിലുണ്ട്. ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് മോർ ദാറ്റ് ഇസ് റെലവൻറ്റ്. ഇതൊരു ഒരു റെഫറൻസ് ബുക്കായിട്ട് തന്നെ ഇത് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇതിനെപ്പറ്റി ആദ്യം പുസ്തകം വായിക്കാം. പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ പോഡ്കാസ്റ്റിലൊക്കെ നിങ്ങൾ ഹഗ്ഗി റാവെന്നോ ബോബ് സട്ടനെന്നോ ഇത് പുസ്തകം എഴുതിയ ആൾക്കാരെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഇവരുടെ കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓഡിയോ ബുക്കായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ വൺ വേ. പക്ഷേ എനിക്കെന്തോ ഈ പുസ്തകം കൂടുതലും വായിച്ചപ്പോഴാണ്, ചില പുസ്തകങ്ങൾ ഓഡിയോ ബുക്സ് ആയിട്ട് ഇതിലധികം ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓഡിയോ ബുക്സിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് വരിക, കുറേ ഗ്രാഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് വിൽ ഹാവ് ടു ഡൗൺലോഡ് ദാറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് സെപ്പറേറ്റ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അപ്പോൾ ഗ്രാഫുകൾ നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇതിൽ ഒരു ഗുണമുള്ളത് ഗ്രാഫുകളും കാര്യങ്ങളൊന്നുമില്ല, പോയിന്റുകൾ പറയുകയാണ്. അപ്പോൾ ഐ തിങ്ക് ഓഡിയോ ബുക്കും യു ഷുഡ് ബി ഏബിൾ ടു കൈൻഡ് ഓഫ് കൺസ്യൂം ആൻഡ് അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ എനിവേ ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഇത് പോഡ്കാസ്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അജൈൽ മലയാളി എന്നുള്ളൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, ബട്ട് ആൻഡ് വീഡിയോ യു ക്യാൻ ലിസൺ ഹിയർ. പുസ്തകങ്ങൾ ഞാൻ പറയാറുണ്ട്, ഞാൻ വായിച്ച് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് റെലവൻ്റ് ആണെന്ന് തോന്നുന്ന പുസ്തകങ്ങളാണ്. അടുത്തൊരു പുസ്തകത്തെക്കുറിച്ചും കൂടെ എനിക്ക് പറയാറുണ്ട്. ഞാൻ സൈക്കോളജിക്കൽ സേഫ്റ്റീനെ പറ്റി ഞാൻ ഒരു പ്രാവശ്യം മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടിമോത്തി ക്ലാർക്കിൻ്റെ ദ 4 സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നൊരു പുസ്തകമുണ്ട്.
നമ്മളുടെ ഔദ്യോഗിക മേഖലയിൽ നമ്മളെ കമ്പനികളിൽ വളരെ പ്രസക്തമായി ചർച്ച ചെയ്യേണ്ട, അതിലുള്ള ആൾക്കാരൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടുള്ളതാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി, ദ 4 സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ സേഫ്റ്റി. അതിനെ പറ്റിയിട്ടും കൂടെ ഒരു വീഡിയോ ഐ ഡു ഇറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ബാക്കി ഐ സീ യു ഓൾ. ഇതൊരു പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്ന, പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചാനലല്ല, പ്രൊഫഷണലായിട്ടുള്ള ചില തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് സം ഓഫ് ദ ബുക്സ് ആർ വെരി ഓറിയൻറ്റഡ് ടുവേർഡ്സ് പ്രൊഫഷണൽ തോട്ട്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.